നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ എടുക്കുന്നത്. രണ്ടാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ രണ്ടാം ഭാവാധിപൻ 5-ൽ നിന്നാലുള്ള ഫലമാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്നും ഇതിന്, പ്രത്യേകിച്ച് പരാശര ഹോരയിൽ നിന്നും, ജാതകത്തിൽ നിന്നും, വരാമിഹരൻ്റെ ഹോരയിൽ നിന്നും, പിന്നെ പല അസ്ട്രോളജേഴ്സിൻ്റെ പല ഡിസ്കഷൻസിൽ നിന്നുമൊക്കെ ഞാൻ ഇതിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും പല പ്രമാണങ്ങളെയും ഈ സീരീസിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതിനെ എടുത്ത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയിട്ട് പലരുടെ ജാതകങ്ങളെയും കൂടുതൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അനുഭവം വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുക്കുക, അല്ലാത്ത തള്ളിക്കളയുക. അതുകൂടാതെ ഒരുപാട് പ്രമാണങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഈ പ്രമാണങ്ങൾ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ കാണുന്നതെന്ന് പറയുന്നതൊക്കെ മറ്റു പലരുടെയും അനുഭവങ്ങളാണ്, ആചാര്യന്മാരുടെ അനുഭവങ്ങളാണ്. അപ്പം നമ്മൾ അതിനെ കണ്ണടച്ചെടുക്കരുത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റഡീസ് എന്ന് പറയുന്നത് അത് ബുധൻ്റെ കാരകത്വത്തിലുള്ളതാക്കരുത്. അതായത് നമ്മൾ കാണാതെ പഠിക്കാം. നമുക്കിപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാതെ പഠിക്കാം, എന്നിട്ട് പരീക്ഷ എഴുതി മാർക്കും മേടിക്കാം, എന്നിട്ടൊന്ന് മറക്കാം. അങ്ങനെയല്ല, നമ്മളൊരു സാധനം നമ്മൾ പഠിക്കുമ്പം അത് നമ്മളുടെ അറിവാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ജ്യോതിഷം അങ്ങനെയാണ്. ജ്യോതിഷത്തിൽ ഈ വിഷയം ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ അറിവുകളാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിച്ചാൽ മാത്രം പോരാ, ഒബ്സർവ് ചെയ്ത് നോക്കണം, ജാതകങ്ങൾ എടുത്ത് വെച്ച് നോക്കണം, ഈ പറയുന്ന ഫലങ്ങൾ അവരുടെയൊക്കെ ജാതകത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പ്രാവശ്യം ആകുമ്പോൾ അതങ്ങ് പഠിക്കും, ഉറയ്ക്കും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവും. നിരന്തരമായിട്ടുള്ള പഠനമനനാദി കാര്യങ്ങളിലൂടെ പോകുമ്പോഴാണ്, തപസ്വാധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കിത് അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പം വ്യാഴം വർക്ക് ചെയ്യും. രണ്ടാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. വ്യാഴം വർക്ക് ചെയ്താൽ മാത്രമേ, വ്യാഴം അനുഗ്രഹിച്ചാൽ മാത്രമേ, വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് അനുഗ്രഹമുണ്ടായാലേ, സുകൃതമുണ്ടായാലേ, ആ എനർജി നമ്മളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് രണ്ടാം ഭാവത്തിൻ്റെ ഉയർച്ചകളും താഴ്ചകളും എന്തെന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ ദോഷത്തെ എങ്ങനെ വെട്ടിമാറ്റാം, നല്ലതിനെ എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ രണ്ടാം ഭാവാധിപൻ 5-ലാണേ. എന്തൊക്കെയായിരിക്കും അഞ്ചാം ഭാവം? അഞ്ചാം ഭാവം എന്തുവാന്ന് ഞാൻ പറയണോ, അതോ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് അഞ്ചാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഈ 2ഉം 5ഉം ഭാവം തമ്മിൽ വളരെ കണക്റ്റഡാണ്. കാരണം എന്താ പറയുക, ഈ രണ്ടാം ഭാവത്തിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴം കാരകനാവുന്ന ഭാവമാണ് 5. പൂർവജന്മ സുകൃത ഭാവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറ മുന്നോട്ട് പോകേണ്ട ഭാവമാണ്, നമ്മുടെ പ്രണയത്തിൻ്റെ ഭാവമാണ്, നമ്മുടെ ഉപാസനയുടെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. രണ്ടാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്രസാധനയ്ക്കുള്ള യോഗം. തന്ത്രസമ്പ്രദായത്തിൽ മന്ത്രോപാസനയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പഠിക്കാനും അറിയാനുമൊക്കെയുള്ള കാര്യമുണ്ട്. 2 വിദ്യയാണ്, 5 ക്രിയേറ്റീവാണ്. 2ഉം 5ഉം കൂടെ ബന്ധം. രണ്ടാം ഭാവാധിപൻ 5-ൽ പോയാൽ ക്രിയേറ്റീവായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. രണ്ടാം ഭാവാധിപൻ വാക്കാണ്, ധനമാണ്. 5ആം ഭാവം പ്രണയമാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്ന് പ്രണയം വഴി ധനം സ്പെൻഡ് ചെയ്യാനും റൊമാൻറ്റിക് റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ 2-5 ബന്ധം വന്നാൽ വരും. അതുപോലെ തന്നെ 2 ധനമാണ്, 5 സന്താനമാണ്. അപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി ധനം സ്പെൻഡ് ചെയ്യാനും, സന്താനങ്ങൾക്ക് വേണ്ടി വിദ്യ പകർന്നു കൊടുക്കാനും, സന്താനങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെയുള്ള സാധ്യത 2-5 ബന്ധം വന്നാൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഉപബോധ മനസ്സാണ് 5ആം ഭാവം, സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ 5ആം ഭാവം ഉപബോധ മനസ്സായതുകൊണ്ട് തന്നെ 5ആം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഉപബോധ മനസ്സിലേക്ക് ചെല്ലുന്ന സാധന, ഉപാസനാദി വിഷയങ്ങൾ, ഇന്നത്തെ കാലത്തെ മൈൻഡ്ഫുൾനെസ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള സ്പിരിച്വൽ ടെക്നിക്സ്, ഇതിനൊക്കെ ഉപരിയായിട്ട് ഏൻഷ്യൻ്റായിട്ടുള്ള മോക്ഷത്തെക്കുറിച്ച് പറയുന്ന സുഹൃതഭാവമാണ് 5-9. മോക്ഷത്തെക്കുറിച്ച് പറയുന്ന, പരമാവസ്ഥയിലേക്ക് എത്തിക്കുന്ന, ആദിമധ്യാന്തഹീനമായിട്ടുള്ള ഈശ്വര സ്വരൂപത്തെ തിരിച്ചറിയാനുള്ള വിദ്യകൾ പഠിക്കാനുള്ള ഭാഗ്യം
രണ്ടാം ഭാവാധിപൻ 5-ൽ നിൽക്കുകയും വ്യാഴം വിസ്ഡത്തിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴം അനുകൂലമാവുകയും കൂടെ ചെയ്താൽ അതിനുള്ള ഭാഗ്യം ഉണ്ടാവും. അതുപോലെ തന്നെ കരിയർ സക്സസ്ഫുൾ, രണ്ടാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞാൽ പണം വരാനുള്ളത് ആർട്ട് നിമിത്തം പണം വരാം, എൻ്റർടൈൻമെൻറ്റുകൾ നിമിത്തം പണം വരാം. രണ്ടാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പത്തികം ഈ പറഞ്ഞ പോലെ പ്രണയിക്കുന്നവരുടെ നിന്നൊക്കെ നല്ല രീതിയിലാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവർ അനുഗ്രഹിച്ച് തരും, ഇല്ലെങ്കിൽ പറ്റിച്ച് പൈസ എടുക്കും പ്രണയിക്കുന്നവരുടെ നിന്നും. സമ്പത്ത് മക്കൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സമ്പത്ത് മുടക്കുകയും ഒക്കെ ചെയ്യും. അത് നിമിത്തം ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നെഗറ്റീവായാലും വരും, അല്ലെങ്കിൽ ഗുണമായിട്ടും വരും. ഒരേ ഗ്രഹം തന്നെ ഇപ്പോൾ രണ്ടാം ഭാവാധിപൻ ബെനിഫിക്കായിട്ട് 5-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വഴി ഉയർച്ചയായിരിക്കും. സന്താനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവർക്ക് ഉയർച്ച വരും. നെഗറ്റീവ് ആണെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് ദുരനുഭവങ്ങളായിരിക്കും വരുന്നത്. ഉള്ള കഷ്ടപ്പെട്ട ധനം മൊത്തം മക്കളെ പഠിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിച്ചിട്ട് അവർ പഠിക്കത്തുമില്ല, കാശും പോയി മൊത്തത്തിൽ വരും. തിരിച്ചും അതുപോലെ. അതേപോലെ തന്നെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും, തൻ്റെ കഷ്ടപ്പാടുകളും വേർപ്പും എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് അട്ടർലി ഫീലായി പോവുകയും അവർ ലാസ്റ്റ് പൊടിയും തൂത്ത് തട്ടി അടുത്ത മേഖലകളിലേക്ക് ചേക്കേറി നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥയിലേക്കും ഒക്കെ വരാം. രണ്ടാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരാം കേട്ടോ. രണ്ടാം ഭാവാധിപൻ 5-ൽ നിൽക്കുകയും അത് നെഗറ്റീവ് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എക്സസീവായിട്ടുള്ളൊരു ഫോക്കസ് റൊമാൻറ്റിക് ലൈഫിലും പ്ലഷറിലും എൻ്റർടൈൻമെൻറ്റ് മേഖലകളിലും പോയിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തരം താഴെപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാം ഭാവാധിപൻ 5-ൽ നിന്നാൽ നല്ല കുടുംബത്തിലൊക്കെ ജനിച്ചിട്ട് കയ്യിലിരിപ്പ് കൊണ്ട്, അങ്ങനെ തന്നെ പറയണം, കയ്യിലിരിപ്പ് കൊണ്ട് നശിച്ച് നാറാണക്കല്ലായിപ്പോയ പലരെയും ജാതകം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും കണ്ടാൽ കിട്ടും. അങ്ങനെയുള്ളവരെ തപ്പിയെടുത്തിട്ട് ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും കിട്ടും. കുടുംബത്തെ വെറുക്കുക, രണ്ടാം ഭാവാധിപൻ 5-ൽ പാപനാവുകയും വ്യാഴം ബലഹീനനാവുകയും ചെയ്താൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുക, വെറുപ്പുണ്ടാക്കുക. അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിപ്രായം മാറുക, വാക്ക് മാറുക. അതുപോലെ തന്നെ സന്താനങ്ങളെ വേണ്ടത്ര സഹായിക്കാതിരിക്കുക. ആ പിള്ളേർ ജനിച്ചല്ലേ, അവർ വളർന്നോളും, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ പറയുക. അതേസമയത്ത് രണ്ടാം ഭാവാധിപൻ ബലവാനായിട്ട് 5-ൽ നിൽക്കുകയും വ്യാഴത്തിന് ബലവും ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം എന്ന് ഇവർ ചിന്തിക്കും. ധനം അവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും. മറ്റേതാണ് തിരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ ബലപ്പെട്ട് 5-ൽ നിൽക്കുകയും അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് വ്യാഴത്തിൻ്റെയും നിൽക്കുന്ന നക്ഷത്രാധിപൻ ബലപ്പെട്ട് കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നാൽ ഷെയർ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവും. നന്നായിട്ട് പൈസ ഉണ്ടാക്കും. അതിനകത്ത് ഊഹക്കച്ചവടങ്ങളിൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കും. ഭാഗ്യക്കുറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നന്നായിട്ട് സമ്പത്തുണ്ടാകും. അതുപോലെ തന്നെ അധികാരികളായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് നിമിത്തം നല്ല സാമ്പത്തിക ഉയർച്ചകളുണ്ടാകും. അതായത് മേലധികാരികളുടെ സപ്പോർട്ട് നിമിത്തം നല്ല സാമ്പത്തിക ഉയർച്ചകൾ വരും. ഇന്നത്തെ കാലത്ത് ഷെയർ മാർക്കറ്റിൽ കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഭാവാധിപൻ 5-ാം ഭാവത്തിൽ ബലപ്പെട്ട് നിൽക്കുകയും വ്യാഴം അനുകൂലാവസ്ഥയിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരമ്പര്യ ജ്യോതിഷ പ്രകാരം പല ഭാവങ്ങളിൽ ഷെയറിനുണ്ട് കേട്ടോ. ഷെയർ 2-ാം ഭാവമുണ്ട്, 6-ാം ഭാവമുണ്ട്, 8-ാം ഭാവമുണ്ട്, പിന്നെ പല കാര്യങ്ങളുണ്ട് 5-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇത് 2-ാം ഭാവം 5-ാം ഭാവമായിട്ട് ബലപ്പെട്ട് നല്ലപോലെ ബലപ്പെട്ട് എന്നാൽ പൂർവജന്മ സുഹൃതം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഊഹക്കച്ചവടങ്ങൾ വഴിയോ പൂർവജന്മത്തിൽ കിട്ടേണ്ടതാണ്, പക്ഷെ കിട്ടിയില്ല. ഈ ജന്മം അത് ബാക്കി വെച്ചിരിക്കണം. ആ ഡെപ്റ്റ് കാരണം ഈ ജന്മം ഊഹക്കച്ചവടങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഭാഗ്യക്കുറി പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയോ മേലധികാരുടെ കാര്യങ്ങളുടെ അനുഗ്രഹം കൊണ്ട് പ്രമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ധനം കുറച്ച് കൂടുതൽ കിട്ടുകയോ ഒക്കെ ചെയ്യാനും, അല്ലെങ്കിൽ സാമ്പത്തിക, അതായത് ഒരാളെ പ്രണയിച്ചിട്ട് ആ പ്രണയിക്കുന്ന ആളുടെ അനുഗ്രഹം കൊണ്ടോ സപ്പോർട്ട് കൊണ്ടോ വളരുകയോ ഒക്കെ ചെയ്യാനുള്ള യോഗം ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചും 2-ാം ഭാവാധിപൻ 5-ൽ നിന്ന് മോശപ്പെട്ടു പോയാൽ സന്താനങ്ങൾ നിമിത്തം ധനനാശം, കാമുകിയോ കാമുകനോ നിമിത്തം ധനനാശം, ഊഹക്കച്ചവടങ്ങൾ നിമിത്തം ധനനാശം, ഭാഗ്യക്കുറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പുറകിന് പോയിട്ട് ധനനാശം, ഷെയർ മാർക്കറ്റിൽ കാശിട്ടിട്ട് അതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പൈസ ഇട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് അതിൽ നിന്നും വല്ല കടുത്ത ധനനാശം. ഇവരുപയോഗിക്കുമ്പോൾ മാത്രം ഡൗൺ ആയിപ്പോവും. അങ്ങനെ കടുത്ത ധനനാശം. ഇങ്ങനെ പല മേലധികാരികളുമായിട്ടുള്ള ഉടക്കുകൾ കാരണം മുകളിലേക്ക് പോകേണ്ട ജോലി താഴേക്ക് പോവുക, നമ്മുടെ ഉയർച്ചകൾ മേളിലേക്ക് കയറിപ്പോകേണ്ട പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട പല ഏരിയകളും ചവിട്ടി താഴ്ത്തുക, അങ്ങനെയൊക്കെയുള്ള ഫീല് ഉണ്ടാവും.
അപ്പോൾ അതെങ്ങനെയാണ് 2 5-ൻ്റെയും വ്യാഴത്തിൻ്റെയും കോമ്പിനേഷൻ കൊണ്ടത് തീരുമാനിക്കണം. അപ്പോൾ 2-ാം ഭാവാധിപൻ 5-ൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കാര്യം ചിന്തിക്കാം. 2-ാം ഭാവാധിപൻ 6-ൽ, 2 6 10 എന്ന് പറയുന്നത് എന്ത് ത്രികോണങ്ങളാണ്? 2 6 10 എന്ത് ത്രികോണങ്ങളാണ്? 1 5 9 ധർമ്മ ത്രികോണങ്ങളല്ലേ. അപ്പം 2 6 10 എന്ന് പറയുന്നത് അർത്ഥ ത്രികോണങ്ങളാണ്. 2 6 10. അപ്പം ധനവുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്, ഭൗതികതയായിട്ട് അതിനൊരു ബന്ധമുണ്ട്. 2 6 10. അപ്പം 2-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുകയും 10-മായിട്ടൊരു കണക്ഷനൊക്കെ വരികയൊക്കെ ചെയ്താൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ എങ്ങനെ ഉണ്ടാവാം, 2-ാം ഭാവാധിപൻ 6-ൽ പോകുമ്പോൾ എങ്ങനെ കടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ 2-ാം ഭാവാധിപൻ 6-ൽ നിന്നാലുള്ള ഫലം എന്തായിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ളൊരു വർക്ക് എത്തിക്സ് ഉണ്ടാവും. അതായത് ഡെയിലി കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ചെറിയ ചെറിയ ഡെയിലിയുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ ചെയ്തും അതിൽ വളരെ എത്തിക്സ് ആയിട്ട് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്ത് സമ്പത്തുണ്ടാവും. ഡെയിലി കാര്യങ്ങൾ 6-ാം ഭാവമല്ലേ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മെയിൻ്റനൻസ് ജോലികൾക്കൊക്കെ 2-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്ന ഒരു മെയിൻ്റനൻസ് ജോലികളുടെയൊക്കെ പുറകിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഡെയിലി കാര്യങ്ങളുണ്ടല്ലോ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെൽനസ് കാര്യങ്ങളിലൊക്കെ അവരവരുടെ കാര്യങ്ങളിലൊക്കെ ഇവർക്കൊരു ശ്രദ്ധ കൂടുതൽ വരും. അതിനുവേണ്ടി പൈസ മുടക്കുകയും ചെയ്യും കേട്ടോ. ഈ 2-ാം ഭാവാധിപൻ 6-ലായതുകൊണ്ട് 6 കൊണ്ട് തന്നെയാണ് സെൽഫ് ഫിനാൻസ് മേഖലകൾ. 6 രോഗമാണ്. അപ്പോൾ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകൾ, ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകൾ. അപ്പോൾ ശത്രു എന്ന് പറയുമ്പോഴത്തേക്കും രോഗം ഒരു ശത്രുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലുള്ള ജോലി, മിലിറ്ററി അല്ലെങ്കിൽ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്ന മേഖലകൾ ഇതൊക്കെ നമ്മൾ 2-ാം ഭാവാധിപൻ 6-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനാൻസ് മേഖലകളിൽ, അതുപോലെ തന്നെ സർവീസ് സെക്ടറുകളിൽ, ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നുമൊക്കെയുള്ള ധനങ്ങൾ വരാം. 2-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുകയും അതിന് ഏതെങ്കിലും തരത്തിൽ രാഹു ബന്ധമൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കെയറർ ജോലികളൊക്കെ ചെയ്യത്തില്ലേ, ഹോം നേഴ്സ് അല്ലെങ്കിൽ കെയർ ടേക്കർ അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് സമ്പത്ത് ഉണ്ടാവും. 1 വർഷം 2 വർഷം മുമ്പൊക്കെ നമ്മൾ ധാരാളം കാണത്തില്ലായിരുന്നു. ഒരുപാട് പേര് ഇസ്രയേലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കെയർ ടേക്കർ ജോലികളൊക്കെ ചെയ്തിട്ട് അവരൊരു 4 5 വർഷം കഴിയുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് അവർക്കുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാറിയിട്ട് വിജയിക്കുന്നു. അപ്പോൾ 2nd ഹൗസ് ലോഡ് 6th വരുമ്പം അങ്ങനത്തെ ജോലികൾ, നേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ജോലികളിലെല്ലാം ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാവും. ആ ജോലികൾക്കൊക്കെ ഒരു ഡാർക്ക് സൈഡുണ്ട്, എന്നാൽ പോലും ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത്, ഒരു വളർച്ച ഇവർക്കുണ്ടാവും. അതുപോലെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് കൊളീഗ്സുമായിട്ടും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ടും ഒക്കെ ഒരു അടുപ്പം ഉണ്ടാവും. പക്ഷേ ഇവരുടെ വർക്കിംഗ് സ്റ്റൈലും അവരുമായിട്ട് പലപ്പോഴും ചേർച്ചയില്ലാതെ വരികയും ചെയ്യും. ഇവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ വേറൊരു രീതി, അപ്പം അതും അവിടെയുള്ള ആൾക്കാരുമായിട്ട് സെറ്റാവാതെ വരികയും ചെയ്യും. ചിലപ്പോൾ ഇവർ കുറച്ച് കൂടുതൽ ആത്മാർത്ഥതയായിരിക്കും. അത് കാണുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ പറയും, ഇവരെന്തിനും കൂടുതൽ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നത്, ഇവരുടെയൊക്കെ ഇത് കാരണം, നിൻ്റെ ഈ ആത്മാർത്ഥത കാരണം ബാക്കിയുള്ളവർക്കൂടെ സമാധാനമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ വരും എന്നുള്ളതല്ലാതെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർക്ക് മറ്റുള്ളവരോടൊക്കെ ഒരു സ്നേഹവും ജോലി ചെയ്യുന്നിടത്ത് അവരോടൊരു അടുപ്പവും ഒക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുകയും വ്യാഴം 6 8 12-ൽ പോവുകയും ചെയ്താൽ ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തുകളൊന്നും ഇവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ പോകും. പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ സമ്പത്ത് മുടക്കിയിട്ട് അത് ഉപയോഗശൂന്യമായിപ്പോൾ ഇവർക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകും. ഇവർ കുറേ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പുറത്തൊക്കെ പോയി കുറേ പൈസ ഉണ്ടാക്കി അത് വീട്ടിലോട്ട് അയച്ചു കൊടുത്ത് ഇവർ അനുഭവിക്കാൻ ഇങ്ങ് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ആസ്വദിക്കാൻ ഇവരിങ്ങ് വരുമ്പോഴത്തേക്ക് കടവും കടപ്പണിയുമായിരിക്കും. അതുപോലെ തന്നെ ഈ വളരെ നെഗറ്റീവായിട്ട് 2-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുകയും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കരിഞ്ചന്ത, വഞ്ചന, ചതി, കൊള്ള, പൈസ കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാതിരിക്കുക, അതുമൂലം കേസുകൾ, ജയിൽവാസം, പിഴ അടയ്ക്കേണ്ടി വരിക, ഗവൺമെൻറ്റുമായിട്ട് ചേരാതിരിക്കുക, നമ്മൾ നല്ല തല്ലുകൊള്ളി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തല്ലുകൊള്ളു, അനാവശ്യമായിട്ട് ഓരോരുത്തരെ സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചെടുത്ത് സാമ്പത്തികം തട്ടുക, വീട്ടിലും കുടുംബത്തിലുള്ളവർക്കും എന്നും രോഗനിമിത്തം വയ്യാതെ വരിക, അതുപോലെ തന്നെ ഈ
ജോലി വളരെ സ്വാർത്ഥപരമായിട്ട് ധനത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുക, അത് നിമിത്തം കൊണ്ടുവരുന്ന ധനത്തിൻ്റെ ആ ഒരു ദുഷ്കർമ്മം കാരണം വീട്ടിലുള്ളവർക്ക് എന്നും രോഗങ്ങൾ, എന്നും ആശുപത്രി, മിക്കപ്പോഴും ആശുപത്രി. ഇവർ ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് ഇവരും രോഗിയായി മാറും ഏതെങ്കിലും തരത്തിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും രണ്ടാം ഭാവാധിപൻ 6-ൽ. 2, 6, 10 വ്യാഴം ഇത്രയും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2, 6, 10 കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കരിയർ സക്സസ് ആണ്. കരിയർ വഴി സമ്പത്തുണ്ടാവും എന്നുള്ളതാണ്. 2, 6, 10 ബന്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ച വരികയും ഫാമിലി ലൈഫിൽ അമ്പേ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഭാവം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ് അല്ലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പം അത് എന്തിൽ സക്സസ്ഫുൾ ആണെന്നുള്ളത് പറയണം. കാരണം നമ്മൾ സക്സസ് അത് ആപേക്ഷികമാണ്, വിജയങ്ങൾ ആപേക്ഷികമാണ്. എന്തിൽ സക്സസ് ആണെന്നും കൂടി പറയുന്നതായിരിക്കും നല്ലത്. കാരണം ധനത്തിൽ സക്സസ് ആവുന്നവർ ഫാമിലിയിലൂടെ സക്സസ് ആവണമെങ്കിൽ ആ ഭാവവും കൂടെ സെറ്റാവണം. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ 7-ാം ഭാവവും 2-ാം ഭാവവും 10-ാം ഭാവവും എല്ലാം കൂടെ കൃത്യമായിട്ടും വ്യാഴ അനുകൂലമായിട്ട് വരുന്ന ജാതകങ്ങളുണ്ട്. അവർക്ക് ഇതെല്ലാം ഉണ്ട്. കരിയർ സക്സസ് ഉണ്ട്, ഫാമിലി സക്സസ് ഉണ്ട്, മക്കളെ കൊണ്ട് ഗുണമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടിട്ടുണ്ട്. അവർ വളരെ ധാർമ്മികരുമായിരിക്കും കേട്ടോ. അതല്ലാത്ത ഈ ഷോ ഓഫ് സക്സസ് എന്ന് പറയുന്നത്, നമ്മൾ സക്സസ്സിനെ പണം കൊണ്ട് കാണിക്കുന്ന പലരും സാമ്പത്തികത്തിൽ വിജയിക്കാൻ വേണ്ടി അവരെടുത്ത മാർഗങ്ങൾ കൊണ്ടാവാം. അതുകൊണ്ടുള്ള നേട്ടങ്ങളെല്ലാം നേടി വന്ന് അവരുടെ സ്വകാര്യതയുടെ ജീവിതത്തിലേക്ക് വരുമ്പം അവർ വൻ പരാജയമായി പോകുന്നതും കാണാം. ഒബ്സർവേഷൻ അത് വിട്ടുതരുന്നു. നമുക്ക് അടുത്ത ഭാവത്തിലേക്ക് പോവാം. 2-ാം ഭാവാധിപൻ 7-ൽ നിന്നാലുള്ള ഫലം എന്തായിരിക്കും? സ്ട്രോങ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. നല്ലതാണെങ്കിൽ കേട്ടോ, ഈ ഗ്രഹം നല്ലതാണെങ്കിൽ 2-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുകയും അത് ബലപ്പെടുകയും വ്യാഴം അനുകൂലമാവുകയും ചെയ്യുകയും 7-ാം ഭാവത്തിൻ്റെ കാരകനായിട്ടുള്ള ശുക്രൻ ബലപ്പെട്ടുമാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഭാര്യയല്ല ഭർത്താവ് നിമിത്തം ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവും. 2, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു സ്കില്ലുണ്ടാവും റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ കൂട്ടുകച്ചവടത്തിലും ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ധനം ഉണ്ടാക്കാനുള്ള ഇപ്പോൾ ഭാര്യയുമായിട്ട് ചേർന്നാണെങ്കിൽ ധനപരമായിട്ടുള്ള ഉയർച്ച എങ്ങനെ ഉണ്ടാക്കാം, അവർ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലും അവരുടെ ഫ്യൂച്ചറിൽ എങ്ങനെ ധനം സേവ് ചെയ്യാം, എന്നென்ன കാര്യങ്ങൾ സേവ് ചെയ്യാം എന്നൊക്കെ ആയിരിക്കും. ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ജോലി ചെയ്യാം, ഇത്ര രൂപ നമുക്ക് ഇൻകമായിട്ട് കിട്ടും, അതിൻ്റെ ഇത്ര ശതമാനം നമുക്ക് ഇന്ന കാര്യങ്ങളിൽ സേവ് ചെയ്യാം എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് ഇവരുടെ ഇടയിൽ ധാരാളമായിട്ട്. റൊമാൻറ്റിക് ഡിസ്കഷൻസിനെക്കാട്ടിലും കൂടുതൽ 2-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും ഇവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത്. അല്ലെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങുകളായിരിക്കും ഇവർക്ക് സന്തോഷം നൽകുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ റിലേറ്റഡ് ടു ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരിയറുകളിൽ ഇവർക്ക് സക്സസ്ഫുൾ ആവാം. ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരിയറുകളിൽ ഇവർക്ക് സക്സസ്ഫുൾ ആവാം. അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിപ്ലോമസി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ മേഖലകളുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-ാം ഭാവാധിപൻ 7-ൽ നിന്ന്. കാരണം ഇതൊരു പാർട്ട്ണർഷിപ്പാണത്. നിലനിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേർന്ന് ഇടപെടുക, ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാം, മാനേജ്മെൻറ്റ് കാര്യങ്ങൾ, ഇതിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുമ്പോൾ മേലധികാരികളിൽ നിന്നും കാര്യങ്ങൾ വാങ്ങി തൻ്റെ താഴെയുള്ളവരുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ലീഡർ ആവാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളിൽ ഇവർക്ക് അങ്ങനെയുള്ള കഴിവുകൾ കൂടും. 2nd ഹൗസ് ലോഡ് 7th ലോഡുമായിട്ട് ബന്ധപ്പെടുകയോ 7th പ്ലേസ്മെൻറ്റ് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നല്ല ക്വാളിറ്റിയാണ്. നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക? 2-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുകയും 7-ൽ ബുധൻ വരികയും ബുധൻ്റെ അല്ലെ ചന്ദ്രൻ്റെ കോമ്പിനേഷൻസ് 7-മായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ ഇന്നത്തെ പല വിവാഹങ്ങൾ പോലെ ആയിരിക്കും. സമ്പത്ത് നോക്കിയായിരിക്കും വിവാഹം. ഒരാളെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അയാളുടെ സമ്പത്ത് നോക്കി, അയാൾക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ്. വിവാഹം എന്ന് പറയുന്നത് അത് വേറൊരു തലമാണ്. 7-ാം ഭാവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. ആ സമ്പത്ത് നോക്കി വിവാഹം കഴിക്കുമ്പോൾ 2-ാം ഭാവാധിപൻ 7, 11 ബന്ധം വന്ന് വരികയും 2, 7, 11, 5 ഒക്കെ ആയിട്ട് 2, 5, 7, 11 ബന്ധം വരുമ്പോഴാണ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പും സമ്പത്തും എല്ലാം കൂടിയുള്ള ജീവിതം വരുന്നത്. ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും പ്രണയിക്കുന്നത് പോലും ഇപ്പം പ്രണയിക്കുന്നത് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകും, വിവാഹം കുറച്ച് സമ്പത്തുള്ള ഒരാളെ നോക്കി കല്യാണം കഴിക്കും, വീട് നോക്കാൻ പറ്റുന്ന ഭാര്യ,
അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കാം, തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു ചന്ദ്രൻ്റെ ബുധൻ്റെയോ കണക്ഷനും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ചിന്ത മാത്രമല്ല, സമൂഹം കുറേ കാര്യങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്, പക്ഷെ ചിന്ത മാത്രമല്ല, ചന്ദ്രബുധ യോഗം അല്ലെങ്കിൽ ചന്ദ്രന് ബുധൻ 7 ബന്ധം വരിക, 2ാം ഭാവാധിപനായിരിക്കുന്ന ഗ്രഹം 11 അല്ലെങ്കിൽ 5 6 2ാം ഭാവാധിപൻ 7ാം ഭാവത്തിൽ നിൽക്കുക, 7 ബുധൻ വരിക, 2ാം ഭാവാധിപൻ 7 വരിക, 7ാം ഭാവാധിപൻ 11 പോവുക, അല്ലെ 2ാം ഭാവാധിപൻ 11 പോവുക, അല്ലെ 5 പോവുക, ശുക്രന് ബലക്ഷയം വരിക, 7ാം ഭാവത്തിൻ്റെ കാരകന. അതുപോലെ തന്നെ 2ൻ്റെ കാരകനായിരിക്കുന്ന വ്യാഴവും ശുക്രനും തമ്മിൽ ശത്രുക്കളും കൂടെ, അതിൻ്റെ എനർജികൾ തമ്മിൽ ചേരത്തില്ല. അപ്പം സമ്പത്ത് ബേസ് ചെയ്തിട്ട് വ്യാഴത്തിൻ്റെ കാരക സമ്പത്ത്, അപ്പോൾ സമ്പത്തിനെ ബുധനുമായിട്ട് കണക്ട് ചെയ്ത്, അപ്പോൾ ബുധൻ എന്ന് പറയുന്നതും വ്യാഴത്തിൻ്റെ ശത്രു. അപ്പോൾ സ്വാർത്ഥപരമായിട്ട് 7നെ കണ്ടാൽ പരാജയമായിരിക്കും, കുടുംബജീവിതം പരാജയപ്പെട്ടു, പക്ഷെ സമ്പത്തുണ്ടാവും. മനസ്സിലാവുന്നു? വിവാഹം കൊണ്ട് സമ്പത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2ാം ഭാവാധിപന് 7 വന്നു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് കൊണ്ട് ധനം വരും. പക്ഷെ 2ാം ഭാവത്തിന് ബലക്ഷയമാണെന്നുണ്ടെങ്കിൽ ധനം ഉണ്ടാവത്തുമില്ല, ധനം പ്രതീക്ഷിച്ചായിരിക്കും കിട്ടുന്നത്, പക്ഷെ നടക്കില്ല. പക്ഷെ 2ാം ഭാവാധിപൻ 7 വരികയും ബുധൻ ചന്ദ്രൻ കോമ്പിനേഷൻ വരികയാണെങ്കിൽ നല്ല സ്വാർത്ഥരായിരിക്കും. ധനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിന്, ഇപ്പം എനിക്കിപ്പോൾ ഉദാഹരണത്തിന് 7ലാണ് ബുധനെങ്കിൽ 2ാം ഭാവാധിപൻ 7ലാണെങ്കിൽ എൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഒരു ധനമോ അല്ലെങ്കിൽ ആ കിട്ടുന്ന വ്യക്തിയുടെ സ്റ്റാറ്റസ് ഏതെങ്കിലും കൊണ്ട് വളരാനോ വേണ്ടിയായിരിക്കും. എൻ്റെ ഒരു പേരിന് അല്ലെങ്കിൽ എൻ്റെ നേട്ടത്തിൻ്റെ പുറകിൽ ഒരു വാല് വന്നാൽ നന്നാവും എന്ന് വിചാരിച്ച് ഇന്ന വാല് വരണം, എന്നാൽ എൻ്റെ വില കൂടും, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വാല്യൂ നമ്മൾക്ക് കിട്ടും. ഞാൻ ജനിച്ചതിനേക്കാളും വലിയൊരു കുടുംബത്തിലുള്ള ഒരാളാണ്, ബാക്കി റൊമാൻറ്റിക്കും മാനസികവും, അപ്പോൾ അത്രയും കാൽക്കുലേറ്റീവ് ആയിരിക്കും. കണക്കിൻ്റെ കാരകനും കൂടെ ബുധൻ 7 നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ വിഷയത്തിൽ കാൽക്കുലേറ്റീവ് ആയിരിക്കും. ചന്ദ്രൻ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്, എപ്പോഴും പെട്ടെന്ന് ഭയങ്കര സ്പീഡുമായിരിക്കും, എപ്പോഴും മാറിക്കും. അപ്പോൾ ചന്ദ്രനാണ് ബന്ധം വരുന്നതെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ആഗ്രഹങ്ങൾ. ഇവർ രണ്ടുപേരും വൈശ്യന്മാരുമാണ്, സ്വാർത്ഥനാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രബുധബന്ധം 7 വരുമ്പം 2ാം ഭാവാധിപൻ 7 നിൽക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ്. ഇതൊക്കെ നെഗറ്റീവ് ആകുമ്പോഴാണ് കേട്ടോ, മെയിലിഫിക് ആകുമ്പോഴാണ്. 2ാം ഭാവാധിപൻ 7 നിൽക്കുമ്പോൾ എന്തായിരിക്കും, സമ്പത്തിനോട് മാത്രമായിരിക്കും താല്പര്യം, മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളോടായിരിക്കും താല്പര്യം. അവിടെ സോളിൻ്റെ കണക്ഷൻ ഉണ്ടാവില്ല, ബാഹ്യമായിരിക്കും എല്ലാം. മനസ്സിലായി? പ്രകടനങ്ങൾ മാത്രമായിരിക്കും, മറ്റുള്ളവരെ കാണിക്കണം, സമ്പത്ത്. ഞാൻ ഇയാളെ കല്യാണം കഴിച്ചത് വെറുതെ ഒന്നുമല്ല, ഫിനാൻഷ്യലി ഇതായിരിക്കണം, ഭയങ്കര നിയമങ്ങളും എല്ലാം ഒരു സ്വാർത്ഥതയുടെ ബേസ്ഡായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ആത്മാർത്ഥത വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. പിന്നെ 2ഉം 7ഉം ഭാവാധിപന്മാർ പരസ്പരം അങ്ങോട്ടും 6 8 2ാം ഭാവത്തിൻ്റെ 6ാം ഭാവമാണ് 7ാം ഭാവം, 7ാം ഭാവത്തിൻ്റെ 8ാം ഭാവമാണ് 2ാം ഭാവം. അതുകൊണ്ട് തന്നെ വിവാഹ വിഷയത്തിൽ അത്ര സുഖമുള്ള ഭാവമല്ല ഈ 2ൻ്റെയും 7ൻ്റെയും കോമ്പിനേഷൻ എന്നുള്ളതും കൂടി ഒരു ഒബ്സർവേഷന് വിട്ടുതരുന്നു. നോക്കുക. പൊതുവെ കൂട്ടുകച്ചവടത്തിന്, ഭൗതികപരമായിട്ടുള്ള വിഷയത്തിന് നല്ലതാണ്, ധനപരമായിട്ടുള്ള വിഷയത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ ഒരുപാട് പാർട്ട്ണർഷിപ്പ്, സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നല്ലതാണ്. റിലേഷൻഷിപ്പ് വഴി ഒരുപാട് നേട്ടങ്ങളും ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളും നടത്തിയെടുക്കാൻ നല്ലതാണ്. പക്ഷെ ബേസിക്കായിട്ട് നമ്മുടെ സോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആന്തരികമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ചേരാത്ത, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ചേരാത്ത ഒരു കോമ്പിനേഷനാണ് 2nd ഹൗസ് ലോർഡ് പ്ലേസ്മെൻറ്റ് 7th വരികയും 7th ലോർഡ് പ്ലേസ്മെൻറ്റ് 2nd വരികയൊക്കെ ചെയ്താൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിവർത്തന യോഗം ചെയ്താൽ അത്ര സുഖമുള്ള കാര്യവും അല്ല. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ജാതകങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ. അപ്പോൾ നമുക്ക് ഇനി 2ാം ഭാവാധിപൻ 8ൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ പോരെ? കുറേ ആയില്ലേ? ഈ ക്ലാസ് ഒരുപാട് നീളമായില്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.